കാക്കിയും തൊപ്പിയും കാണിച്ച് പാവപ്പെട്ട പെണ്ണുങ്ങളെ വിരട്ടുന്നത് തന്റെ പഴയ പോലീസ് വിദ്യ ഉണ്ടല്ലോ, അതൊക്കെ ഇറക്കിയെടുത്തോളം മതി. ഡിപ്പാർട്ട്മെന്റിന് ചീത്തപ്പേരുണ്ടാക്കാതെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞാൽ ഇനി ഇതുപോലെ വിളിപ്പിക്കേണ്ടി വരില്ല. അതല്ല, അഴിഞ്ഞാടാനാണ് തന്റെ ഭാവമെങ്കിൽ അടുത്തൂൺ പറ്റാൻ 55 വരെ കാത്തിരിക്കേണ്ടി വരില്ല. ആ, കൃഷ്ണകുമാറിന് പോവാം. സർ. വെൽ ഡൺ മിസ്റ്റർ ജിമ്മി ജോർജ്. ഐ എം റിയലി പ്രൗഡ് ഓഫ് യു മാൻ. എന്നാലും സാർ, അതൊരു വല്ലാത്ത ഷെയിംഫുൾ ഇൻസിഡന്റ് ആയിപ്പോയി. സോറി. ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ കുറ്റം എന്റേത് കൂടിയാണ്. രാഷ്ട്രീയമെന്നും എനിക്കൊരു ലഹരിയായിരുന്നു. അടക്കി ഭരിക്കാനും ഒന്നാമനാകാനുമുള്ള മോഹം. അതിനായി വൃത്തികെട്ട നിരവധി പടവുകൾ ചവിട്ടിയാണ് ഇന്ന് ഈ കസേര വരെ എത്തിയത്. ഉയരങ്ങളിലെത്താൻ പലരും നടുവളച്ചു തന്നിട്ടുണ്ട്, ബലമായി ചവിട്ടി കയറിയിട്ടുമുണ്ട്. DYSP കൃഷ്ണകുമാറിനെ പോലുള്ള ധാരാളം പേർ. പക്ഷേ വയ്യ. ഇനിയും പഴയ ഭാസ്കരനെ തുടരാൻ എനിക്ക് വയ്യ. പശ്ചാത്താപത്തോടെ പറയട്ടെ ജിമ്മി, മുന്നോട്ട് എനിക്ക് തലയോർത്ത് നിൽക്കാനാവണം. ഡിപ്പാർട്ട്മെന്റിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു ശക്തിയും ഹോം മിനിസ്റ്ററുടെ ഇടവും വലവും ഇനി വേണ്ട. എന്നാൽ സത്യസന്ധനും വിശ്വസ്തനുമായ ഒരാൾ എൻ്റെ ഒപ്പം ഉണ്ടാവുകയും വേണം. ഇന്നു മുതൽ എൻ്റെ ഒപ്പം നിങ്ങളല്ല, നിങ്ങളുടെ ഒപ്പം ഞാനാണ്. യു ക്യാൻ ബിലീവ് മീ. അല്ല, താൻ ഇങ്ങനെ നിസ്സാര കാര്യത്തിനൊക്കെ മൂഡ് ഓഫ് ആയാലോ? പിന്നെ വൈകിട്ടെന്ന് കാരണം ഒന്ന് ചിരിക്കടോ. ഞാൻ കേട്ടതല്ല നുണയാണ്. അങ്ങനെ ഞാൻ വിശ്വസിച്ചൂടെ? അല്ല, കേട്ടതൊക്കെ നേര് തന്നെയാണ്. What do you mean? I mean what I said. പ്രതിപക്ഷത്തെ ശക്തനായ ഒരു നേതാവായിരുന്നു എൻ്റെ അച്ഛൻ. കേട്ടിട്ടുണ്ടാവും, തോമസ് കുര്യൻ. ആഭ്യന്തരമന്ത്രി ഭാസ്കറിനെതിരെ എല്ലാ തെളിവുകളോടും കൂടി അച്ഛൻ ഉന്നയിച്ച ആരോപണം അസംബ്ലിയിൽ വലിയ ഒച്ചപ്പാടുണ്ടാക്കി. രേഖകളെപ്പറ്റി ബോധ്യമുണ്ടായിരുന്ന ഭാസ്കരൻ അച്ഛനെ പല വഴിക്കും സ്വാധീനിക്കാൻ ശ്രമിച്ചു. പക്ഷെ അച്ഛൻ വഴങ്ങിയില്ല. അതിന്റെ പ്രതികാരത്തിന് ഭാസ്കരൻ തെരഞ്ഞെടുത്തത് എന്റെ ലൈഫായിരുന്നു. ആർട്സ് ക്ലബ് ഇനോഗ്രേഷന് സൂപ്പർ സ്റ്റാറിനെ കൊണ്ടുവരുന്നു പ്രഖ്യാപിച്ചിട്ടേ വേറെ ആരെങ്കിലും വിളിക്കേണ്ടി വന്നാ അവസാനം ചള ആവോ? സോണിയ വാക്ക് പറഞ്ഞ വാക്കാ, അല്ലെങ്കിൽ നിന്റെ കാര്യം പോക്കാ. ഫംഗ്ഷൻ കലക്കിയില്ലെങ്കിൽ നീ അടുത്ത യൂണിയൻ ചെയർമാൻ പോയിട്ട് യൂസ്ലെസ് ചെയർമാൻ പോലും ആവില്ലടി. മഹതികൾക്ക് ഒരു സംശയവും വേണ്ട, സൂപ്പർ സ്റ്റാർ വരും, വന്നിരിക്കും. ഐ ഹാവ് മേഡ് ഓൾ ദ അറേഞ്ച്മെന്റ്സ്. ഓക്കെ? ഹലോ, ഹായ് ബിനോയ്, എന്തായി? സൂപ്പർ സ്റ്റാറിന്റെ പ്രോഗ്രാം കൺഫേംഡ് ആണ്. കക്ഷി നാളെ ഹോട്ടൽ മഹാറാണിയിലുണ്ട്, റൂം നമ്പർ 32, ഷാർപ്പ് 5:30. ഓക്കെ, താങ്ക് യു. എക്സെപ്ഷണൽ ടാലന്റ്. അസലായിരിക്കുന്നു നിന്റെ പെർഫോമൻസ്. വിദ്യാർത്ഥി രാഷ്ട്രീയം കഴിഞ്ഞാലും നിനക്ക് ജീവിക്കാം. അഭിനയം ഒരു തൊഴിലാക്കിയാൽ മാത്രം മതി. വെൽ ഡൺ, കീപ് ഇറ്റ് അപ്പ്. ഇവനും എന്തെങ്കിലും കൊടുത്തേക്കണം. ചെയ്യാത്ത വ്യഭിചാര കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട ഞാൻ 6 മാസം റെസ്ക്യൂ ഹോമിൽ കഴിഞ്ഞു. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച എൻ്റെ അച്ഛൻ ഒരിക്കൽ എന്നെ കാണാൻ അവിടെ എത്തി. അച്ഛൻ ഒന്ന് മാത്രം അപേക്ഷിച്ചു: നിനക്ക് താഴെയുള്ളവരുടെ ഭാവിയെ കരുതിയെങ്കിലും നീ ഇനി വീട്ടിലേക്ക് തിരിച്ചു വരരുത്. അച്ഛൻ്റെ മരണശേഷവും അച്ഛൻ ഞാൻ കൊടുത്ത വാക്ക് ഇന്നോളം പാലിച്ചു. റെസ്ക്യൂ ഹോമിൽ വെച്ച് ഞാൻ പരിചയപ്പെട്ട പെൺകുട്ടികൾ ഇനി ഒരിക്കലും തെറ്റിലേക്ക് നയിക്കപ്പെടാതിരിക്കാൻ ഞാൻ തുടങ്ങിയതാണ് ഈ റെസ്റ്റോറൻറ്റ്. ഈ നാട് ചീത്ത. ഇനി ഒരു കഴുകിന് നിന്നെ കുത്തിവലിക്കില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. രാവിലെ DGP അടുത്ത് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുക. സസ്പെൻഷൻ ഏതാണ്ട് ഉറപ്പാ. DG കണക്ട് ചെയ്യൂ. DG ലൈനിലുണ്ട് സർ.
ഹലോ. ആ, എന്റെ കോൺസ്റ്റിറ്റ്യുവൻസിൽ നിന്ന് ഡിവൈഎസ്പി കൃഷ്ണകുമാർ അങ്ങോട്ട് വരുന്നുണ്ട്. ആക്ഷൻസ് ഒന്നും വേണ്ട. മനസ്സിലായല്ലോ? താങ്ക് യു സർ. നമസ്കാരം സാർ. നമസ്കാരം. പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. വേണ്ടത് ഞാൻ ചെയ്യാം. പല പ്രാവശ്യം പറഞ്ഞില്ലേ? വരണം വരണം. ഡിവൈഎസ്പി മിസ്റ്റർ കൃഷ്ണകുമാർ. ഭരണതലത്തിൽ ഒരു ജനപ്രതിനിധിയെക്കാളേറെ സ്വാധീനമുള്ള പോലീസ് ഓഫീസർ. ബി സീറ്റഡ്. സാർ. തന്റെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടിൽ ചുവന്ന വഴിക്ക് വരയ്ക്കാത്ത ഒരൊറ്റ പേജ് പോലുമില്ലല്ലോ. ഡിവൈഎസ്പി കൃഷ്ണകുമാറിനെ തിരുത്തി എഴുതാൻ കഴിയാത്ത ഒരേ ഒരു സർക്കാർ രേഖ. ഒരു പോലീസുകാരന് വേണ്ട മിനിമം യോഗ്യത എന്തെങ്കിലും തനിക്കുണ്ടോ? ഇല്ല. സിറ്റിയിലെ പിടിച്ചുപറിക്കാരന് മുതൽ മറൈൻ ബിസിനസിന്റെ മറവിൽ മയക്കുമരുന്ന് കച്ചവടം നടത്തുന്ന അന്താരാഷ്ട്ര കള്ളക്കടത്തുകാരൻ വരെ പാറാവ് നിൽക്കുന്ന എ ബ്ലഡി റോക്ക്. കൊള്ളിവെപ്പുകാരന്റെയും നക്ഷത്ര വേശികളുടെയും ഗസ്റ്റപ്പോ, സംസ്ഥാനം ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രിയുടെ റൈറ്റ് ഹാൻഡ് കോൺസ്പിറേറ്റർ. നിന്നെ ഞാൻ ഇന്ന് സസ്പെൻഡ് ചെയ്താൽ 24 മണിക്കൂറിനുള്ളിൽ ഗവൺമെന്റ് ഓർഡർ വാങ്ങി യൂണിഫോം ഇട്ട് എന്റെ മുന്നിൽ വന്ന് പല്ലിളിച്ച് കാണിക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ആ മണ്ടത്തരം കാണിക്കില്ല. പോലീസിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഒരു DGPയും ഒരു ഡിവൈഎസ്പിക്ക് ഇത്തരം ഒരു ശിക്ഷ നൽകിയിട്ടുണ്ടാവില്ല. ബട്ട് യു റിയലി ഡിസേർവ് ഇറ്റ്. ഗെറ്റ് ലോസ്റ്റ്. അവന്റെ അഹങ്കാരം അത്രയ്ക്കായല്ലേ? അടിയുടെ കടം ഞാൻ തീർത്തോളാം. സാർ അത് വിട്. പക്ഷേ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഒതന്റിക്കായ ചില വിവരങ്ങൾ എനിക്ക് കിട്ടി. പഴയ ആ കൊലക്കേസിന്റെ ഫയൽ ക്രൈംബ്രാഞ്ചിൽ നിന്നും വരുത്തി DG അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നിലയ്ക്ക് നിർത്തിയില്ലേ സംഗതി അപകടമാണ്.